ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 82 മുതൽ 84 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാർ 3-ാം അധ്യായം 1-ാം വാക്യം. ആഹാബിന്റെ മകനായ യഹോരാം ശമര്യയിൽ ഇസ്രായേലിന് രാജാവായി. വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ രാജാവായിരുന്ന ആഹാബ് രാജാവിൻ്റെയും ഇസബേൽ രാജ്ഞിയുടെയും മകനായിരുന്നു യഹോരാം. യഹോരാം തൻ്റെ മൂത്ത ജ്യേഷ്ഠനായ അഹസ്യാവിൻ്റെ പിൻഗാമിയായിട്ടാണ് അധികാര പദവിയിലേക്ക് എത്തുന്നത്. യഹോവ ഉന്നതൻ അഥവാ ഉയർത്തപ്പെട്ടവൻ എന്നതാണ് യഹോരാം എന്ന പേരിൻ്റെ അർത്ഥം. മറ്റ് 2 വ്യക്തികൾക്കും കൂടെ ഈ പേരുള്ളതായി കാണപ്പെടുന്നു. ഇസ്രായേലിന് 12 വർഷം നേതൃത്വം നൽകിയ രാജാവായിട്ടാണ് യഹോരാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പകൽക്കാലത്ത് യഹോരാമിനെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാമെന്നത്ര ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്ന യഹോരാം. ബെൻഹദദ് രണ്ടാമൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ അരാമ്യ സൈന്യം ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയായ ശമര്യയെ വളഞ്ഞു. എന്നാൽ ശമര്യയുടെ കോട്ടകൾ അതിശക്തമായിരുന്നതിനാൽ ആ പട്ടണം അവർക്ക് തകർക്കുവാനായി സാധിച്ചില്ല. എന്നാൽ അവർ പട്ടണത്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള കവാടങ്ങളെല്ലാം വളഞ്ഞിരുന്നു. അതിനാൽ ഈ പട്ടണവാസികൾക്ക് പുറത്തേക്കിറങ്ങുവാൻ സാധിക്കാതെ പട്ടണത്തിനുള്ളിൽ ക്ഷാമം അതികഠിനമായിട്ട് തീർന്നു. ക്ഷാമത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: 1 കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കബ് പ്രാക്കാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി എന്നാണ് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്ഷാമത്തിൻ്റെ രൂക്ഷതയാണ് ഇതിലൂടെ നമുക്ക് വെളിവാകുന്നത്. എന്നാൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ രക്ഷിക്കണമേ എന്ന് പറയുന്നു. എന്നാൽ ആ സ്ത്രീയോട് വിവരങ്ങൾ തിരക്കിയ രാജാവിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്: രാജാവേ, ഞങ്ങൾ 2 പേർ ഒത്തിട്ട് ഒരു തീരുമാനമെടുത്തു. അത് എങ്ങനെയാണ്? വിശപ്പ് കൊണ്ട് വലഞ്ഞ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളിൽ ഒരാളുടെ മകനെ പുഴുങ്ങി തിന്നു. എന്നാൽ പിറ്റേന്നാളായപ്പോൾ മറ്റേയാളിൻ്റെ മകനെ തിന്നുവാൻ ഒരുങ്ങുമ്പോൾ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് 2 രാജാക്കന്മാർ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ക്ഷാമത്തിലൂടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ തിരുവെഴുത്തുകളിൽ പറയുന്നത് അതുപോലെ സംഭവിക്കുന്ന ഒന്നായിട്ട് തീരുന്നു. അത് നമുക്ക് ലേവ്യ പുസ്തകം 26-ാം അധ്യായം 29-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 28-ന്റെ 53, 57 വാക്യങ്ങളിലും യെഹെസ്കേൽ 5-ന്റെ 10 തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുന്ന യഹോരാം. യഹോരാമിനെ കുറിച്ച് നോക്കുമ്പോൾ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തൻ്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ല താനും. തൻ്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. ഗിലെയാദിലെ രാമോത്ത് പട്ടണം തിരിച്ചു പിടിക്കുന്നതിനുള്ള യുദ്ധത്തിൽ യഹോരാമിന് മുറിവുണ്ടാകുന്നു. എന്നാൽ അതിൻ്റെ ചികിത്സയ്ക്കിടെ യേഹു അമ്പെയ്ത് യഹോരാമിനെ കൊന്നുകളയുന്നു. തുടർന്ന് അവൻ്റെ ശവമെടുത്ത് നാബോത്തിൻ്റെ നിലത്തിൽ എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. അങ്ങനെ ദുഷ്ടനായ ആഹാബിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഏലിയ പ്രവാചകൻ നടത്തിയ എല്ലാ പ്രവചനങ്ങളും നിറവേറുന്നതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ പാപം തലമുറകളോളം നിലനിൽക്കുന്നു എന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകി തരണമേ. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യാതിരിപ്പാൻ എപ്പോഴും ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.